ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജഗദീഷ് രാധികയോട് പറയുന്നു, ശ്യാമ മാഡം ആ പാട്ട് പാടാനായിട്ട് രാധികയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക. വീണ്ടും അദ്ദേഹം പറയുന്നു, ശ്യാമ മാഡം അത്ര കോൺഫിഡൻസ് ആയി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി സംശയമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്കയും. പ്രിയങ്ക ഉടനെ തന്നെ പറയുന്നു, അയ്യോ അത് അവർക്ക് വല്ല അബദ്ധവും പറ്റിയതായിരിക്കും സർ. അങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടുക എന്ന് പറഞ്ഞാൽ ശ്യാമ മാഡത്തിനേക്കാൾ അറിയില്ലല്ലോ കുട്ടിക്ക്. ഇരിക്കട്ടെ, രാധിക പറയുന്നു, ശ്യാമ മാഡം എൻ്റെ പേര് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇരിക്കട്ടെ. പ്രൊഡ്യൂസർ പറയുന്നു, ഇതിലും വലിയ ഭാഗ്യം എന്താണ് കുട്ടി വരാനുള്ളത്? ഇനി വേറെ എന്താ ആലോചിക്കാനുള്ളത്? അവരിങ്ങനെ നിർബന്ധത്തോടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷത്തോടെ രാധിക പറയുന്നു, ഞാൻ ഇപ്പോൾ വരാം സർ, എൻ്റെ കൂടെ മേഡമുണ്ട്, ഞാനൊന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് രാധിക അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പ്രിയങ്കയും നോക്കുന്നുണ്ട് എവിടേക്കാ പോകുന്നത് എന്ന്. അവിടെ ശ്യാമയും അമൃതയും കാണുകയാണ്. ശ്യാമ എന്ന ഫിദയും കാണുകയാണ്, അമൃതയും കാണുന്നുണ്ട് പ്രിയങ്ക. രാധിക ഓടി അവിടേക്ക് എത്തി. പ്രിയങ്ക പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു, എല്ലാം ഇവരുടെ ശ്രമമാണ്, നാശം പിടിച്ചവൾ. എന്താ മോളെ കാര്യം എന്ന് അമൃത രാധികയോട് ചോദിക്കുമ്പോൾ രാധിക വളരെ സന്തോഷത്തോടെ പറയുന്നു, അതിപ്പോ എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയില്ല. ശ്യാമ മേഡം ഇല്ലേ, ശ്യാമ മേഡം ഈ പടത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ കൊണ്ട് പാടിക്കണമെന്നാ പറഞ്ഞത്. ഇനി തന്നെ റെക്കോർഡിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇരിക്കട്ടെ, അമൃത പറയുന്നു, മോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹമാണ് ഇത്. എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ശ്യാമ മേഡം, അവിടുത്തെ അനുഗ്രഹം തന്നെയാണ് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു, എല്ലാം നന്നായി തന്നെ നടക്കും മോളെ, ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ ഒരു നിമിഷം എന്ന് പറഞ്ഞ് രാധിക ശ്യാമയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. ശ്യാമ മനസ്സ് നിറഞ്ഞ് രാധികയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാ അനുഗ്രഹവും എപ്പോഴും മോളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നിട്ട് രാധികയുടെ നെറുകയിൽ ഒരു ചുംബനവും കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷത്തോടെ അമൃതയും നിൽക്കുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് പ്രിയങ്ക. ധൈര്യമായിട്ട് ചെന്നോളൂ, ഇത് മോളുടെ ഭാഗ്യമാണെന്ന് അമൃത. ഞാനും ദൈവത്തോട് പറഞ്ഞോളാം എൻ്റെ മോളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ലൊക്കേഷനിൽ പ്രിയങ്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു റൊമാൻറ്റിക് സീനാണ്. നായകൻ പ്രിയങ്കയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചു. എന്നാൽ പ്രിയങ്കയ്ക്ക് അത് ഇഷ്ടമാകുന്നില്ല. ദേഷ്യത്തോടെ തട്ടിമാറ്റിയിട്ട് പ്രിയങ്ക അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായി കാണിക്കുന്നത്? പെട്ടെന്ന് ജഗദീഷ് ഡയറക്ടർ പറയുന്നു, പ്രിയങ്ക എന്തായി കാണിക്കുന്നത്? പ്രിയങ്ക പറയുന്നു, സർ കൈ ചുമ്മാ ചെസ്റ്റിൽ വെച്ചാൽ മതിയെന്നല്ലേ പറഞ്ഞത്, ഇയാള് ചുമ്മാ. നായകൻ പറയുന്നു, സർ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ, ഇയാള് ചുമ്മാ പറയാണ്. ഞാൻ ചുമ്മാ പറയേണ്ട കാര്യം എന്തായെന്ന് പ്രിയങ്ക. ഓക്കെ തർക്കം വേണ്ട, ഒരു ചെറിയ ടച്ച് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടി അഭിനയിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് രാധികയും ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ പോകുമ്പോഴേ ആ കൈ തട്ടി മാറ്റുകയാണ് പ്രിയങ്ക. എന്തായി കാണിക്കുന്നത്? എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, എൻ്റെ ഷോട്ടല്ലേ വരുന്നത്, അതിന് ഇയാൾ എന്തിനാ ചിരിക്കുന്നത്? സാർ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ നായകൻ പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു, നിങ്ങളുടെ സീരിയസ്നെസ് ഒന്നും പറയണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന് എന്തെങ്കിലും തെറ്റ് വന്നാലേ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയൂ. ഞാൻ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണെന്ന് പ്രിയങ്ക പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, താൻ എന്ത് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നത്? ആദ്യമായിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കുന്നത്, അടങ്ങി നിന്നാ മതി. താൻ മര്യാദയ്ക്ക് അടങ്ങി നിൽക്ക്, താൻ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പ്രിയങ്ക. പെട്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, പ്രിയങ്ക സ്റ്റോപ്പ് ഇറ്റ്. ഈ സീൻ എടുക്കാൻ തുടങ്ങിയത് മുതൽ പ്രിയങ്ക ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. എനിക്ക് ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ അറിയാം, പക്ഷേ ആ ബഹുമാനം ആർട്ടിസ്റ്റിൽ നിന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കൃത്യമായി പ്രതികരിക്കാനും എനിക്കറിയാം, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ വെച്ച് മുന്നോട്ട് പോകണോ എന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. ഇരിക്കട്ടെ, പ്രിയങ്കയും രാധികയും ടെൻഷനാകുന്നു. പ്രിയങ്ക സങ്കടത്തോടെ ആ ചെയറിലേക്ക് പോയിരിക്കുന്നു. എന്നിട്ട് വളരെ ദേഷ്യത്തോടെ രാധികയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെ എങ്ങനെ ചെയ്താലും അവസാനം അവളാണ് സ്കോർ ചെയ്യുന്നത്. അവസാനിപ്പിക്കാം എന്ന് കരുതി കൊണ്ടു ചെന്നിട്ട് അവളിപ്പോൾ വലിയ വലിയ ആളാവുകയാണല്ലോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം. ഉർവശി പത്മിനിയോട് പറയുന്നു, വരുണിനെ എസ്റ്റേറ്റിലേക്ക് അയക്കാൻ എടുത്തൊരു തീരുമാനമെടുത്തത് വളരെ നല്ല കാര്യമാണ്. ഇത്രയും ദിവസം രാധികയെ കാണാതിരിക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു മാറ്റം വരുമായിരിക്കും. പത്മിനി പറയുന്നു, അവളെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർബന്ധിച്ചത്. ഉർവശി പറയുന്നു, ഈ പ്രണയത്തിന് ഒരു കുഴപ്പമുണ്ട്, എടുത്ത് കേട്ടിട്ടില്ലേ? 12 കൊല്ലം ജയിലിൽ കിടന്നിട്ടും 1000 മൈലുകൾ സഞ്ചരിച്ച് പ്രേമിച്ച ആളിനെ കാണാൻ പോയെന്നത്. വരുൺ തിരിച്ചെത്തിയാലും ഇതൊക്കെയല്ലേ വീണ്ടും സംഭവിക്കുന്നത്? വരുൺ തിരിച്ചെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കണം. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് പത്മിനി. ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരട്ടെ. നാളെ നമ്മൾ നേരെ ദേവനാരായണൻ തിരുമേനിയെ ചെന്ന് കാണാൻ പോകുന്നു. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ നേരെ മുഖത്ത് നോക്കി അങ്ങ് പറയുന്നു. എന്നിട്ട് പ്രിയങ്കയ്ക്ക് കണിമംഗലത്തെ മരുമകളായി ജീവിക്കണമെങ്കിൽ രാധിക ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ എന്ന് നമ്മൾ പറയുന്നു. ഇത്രയും വലിയൊരു നാണക്കേടും വെച്ച് ആ മനുഷ്യൻ ഈ നാട്ടിൽ നടക്കുമോ? അയാള് ആ വീടും വിറ്റ് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കോളും. ഇരിക്കട്ടെ, പത്മിനി പറയുന്നു, അത് വേണ്ടെന്ന്.
എന്താ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ദേവനാരായണൻ തിരുമേനി നെഞ്ചുപൊട്ടി മരിക്കുമെന്നാണോ? അത് ചുമ്മാ പറയുന്നതാ. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രിയങ്കയുടെ വിവാഹം നടന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി? അയാളെ ചത്തില്ലല്ലോ. പത്മിനി പറയുന്നു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദേവനാരായണൻ തിരുമേനി ചെയ്ത് കഴിയണമെന്ന് നമുക്ക് നിർബന്ധമില്ലല്ലോ. രാധികയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും തിരുമേനി എടുക്കില്ലെന്ന് തീരുമാനിച്ചാലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റെന്തെങ്കിലും ഒരു മാർഗം നോക്കണമെന്ന്. ഉർവശി പറയുന്നു, എടുത്തി ടെൻഷൻ ആകണ്ട, നമ്മുടെ വീടിനകത്ത് നുഴഞ്ഞു കയറിയ ഒരു ശല്യമാണ് അവൾ. അത്തരം ജീവികളെ എന്തെങ്കിലും വിഷമിച്ച് നമ്മൾ കൊല്ലാറില്ലേ? ചിലപ്പോൾ ഇവൾക്കും അതായിരിക്കും വിധി. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്ത് കഴിഞ്ഞ് പ്രിയങ്ക റെസ്റ്റ് എടുക്കുകയാണ്. രാധിക അവിടേക്ക് വന്നു ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിലേക്കുള്ള ആ ചെരുപ്പൊന്ന് തുടയ്ക്കാൻ പറയുകയാണ് രാധികയോട് പ്രിയങ്ക. രാധിക ഒന്ന് മടിച്ചു നിൽക്കുന്നു. എന്താ ലതാ മങ്കേഷ്കർക്ക് അത് തുടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക. ഈ പടത്തിൽ ഒരു 3-4 വരി പാട്ട് പാടിയെന്ന് വെച്ച് എന്നേക്കാൾ മികച്ചവളാണ് എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. പാട്ട് പാടിയാൽ തന്നെ ഈ പടത്തിൽ അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും. രാധിക ചെരുപ്പെടുത്ത് തുടയ്ക്കുന്നുണ്ട് പ്രിയങ്കയുടെ. ആ സമയത്താണ് പണവുമായി ഒരാൾ അവിടേക്ക് വന്നത്. ഇതെല്ലാം പ്രിയങ്ക കാണുകയാണെന്നു. കണക്കുകളെല്ലാം നോക്കാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പണം ആ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ആ പണമെല്ലാം അദ്ദേഹം അവിടെ വെക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക. ഈ സമയത്ത് അയാൾക്കൊരു കോൾ വന്ന് അയാൾ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു, നീ പാടണോ വേണ്ടയോന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നു നീ പാടണ്ട. രാധികയോട് പ്രിയങ്ക പറയുന്നു, മതി മതി, ഇനി അടുത്ത സീനിൽ ഇടാനുള്ള എന്റെ കോസ്റ്റ്യൂം എടുത്തോണ്ട് വാ. എങ്ങനെയെങ്കിലും രാധിക അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നാടകം. രാധിക പോയ സമയം പെട്ടെന്ന് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് പ്രിയങ്ക ആ പണം എടുക്കുന്നുണ്ട് ബാഗിൽ നിന്നും. പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ രാധികയുടെ ബാഗിലേക്കാണ് വെക്കുന്നത്. ബാഗ് ഇരുന്നെടുത്ത് വെച്ചിട്ട് പഴയതുപോലെ പ്രിയങ്ക അവിടെ വന്നിരിക്കുന്നു. രാധിക ആ കോസ്റ്റ്യൂംസുമായിട്ട് അവിടേക്ക് വന്നു. ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ആ ഡ്രസ്സുമായി പോകുന്നു. അവിടുന്ന് ജ്യൂസ് മാറ്റി വെച്ചിട്ട് രാധിക ആ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാവരും വരികയും ചെയ്തു. ആ സ്റ്റാഫ് പണം അന്വേഷിക്കുകയാണ്. ബാഗിൽ പണം കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഞാൻ പണം ഈ ബാഗിൽ വെച്ചതാണ്, അതിപ്പോൾ കാണുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. 5 ലക്ഷം രൂപ സാറ് തന്നതാണ്, അത് ഞാൻ ബാഗിൽ വെച്ചതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. രാധിക ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജ്യൂസുമായി രാധിക പോവുകയും ചെയ്തു. എന്ത് പറ്റിയെന്ന് ചോദിച്ച് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവിടേക്ക് വന്നു. സ്റ്റാഫ് വളരെ സങ്കടത്തോടെ പറയുന്നു, സാറ് പൈസ തന്നപ്പോൾ ഞാൻ ബാഗിൽ വെച്ചതാണ്. ജസ്റ്റ് ഫോൺ ചെയ്യാൻ ഞാൻ പുറത്തേക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ബാഗിൽ പണമില്ല. ഇവിടെ നാരെടുക്കാനായെന്ന് അവർ ചോദിക്കുന്നു. കൃത്യമായി നോക്കാൻ അവരും പറയുന്നുണ്ട്. എന്നാ പിന്നെ കള്ളനെ കണ്ടുപിടിച്ചിട്ട് കാര്യം. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഹീറോയിൻ ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ ആയയും ഉണ്ടായിരുന്നു, പിന്നെ ആ മേക്കപ്പ് ലേഡി അവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 1-2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് പറയുന്നു. ചെന്ന് എല്ലാവരെയും വിളിക്കാനായി പറയുന്നുണ്ട്. എല്ലാവരെയും വിളിക്കാന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ ജഗദീഷ് പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, താൻ ഇതിൽ ഇടപെടണ്ട. എന്റെ സെറ്റിൽ എന്തെങ്കിലും നടന്നാൽ അത് ചോദിക്കാൻ എനിക്കറിയാം. അവരോട് എന്തിനാ കാരുണ്യം? രാധിക പ്രിയങ്കയെ വിളിക്കാനായി പോകുന്നു. മുറിയിൽ പോയി പ്രിയങ്കയെ വിളിക്കുകയാണ് രാധിക. എല്ലാവരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്നേ, പ്രൊഡ്യൂസർ വിളിക്കുന്നു എന്ന് രാധിക പറയുന്നു. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് രാധികയും പ്രിയങ്കയും അവിടേക്ക് വന്നു. എന്താണ് സാർ? ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു എന്ന് പ്രിയങ്ക. പ്രൊഡ്യൂസർ പറയുന്നു, നമ്മുടെ സെറ്റിൽ ഒരു മോഷണം നടന്നു. ഇവിടെ ഇരുന്ന 5 ലക്ഷം രൂപ കാണാനില്ല. ഒന്നും അറിയാത്തതുപോലെ പരസ്പരം നോക്കുകയാണ് പ്രിയങ്കയും രാധികയും. തൽക്കാലം ഇതിനകത്തുള്ളവരുടെ ബാഗും മറ്റും പരിശോധിക്കേണ്ടി വരുമെന്ന് അവർ. ഇവിടെ ആരെടുക്കാനാ? എല്ലാവരും നമ്മുടെ സെറ്റിലുള്ളവരല്ലേ എന്ന് പ്രിയങ്ക പറയുന്നു. നമ്മുടെ സെറ്റിൽ നിന്നല്ലേ പണം പോയത്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്തേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ബാഗ് പരിശോധിക്കുകയാണ് അദ്ദേഹം. രാധികയും മേക്കപ്പ് ലേഡിയും ഇത് എടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ഒരു കൂസലുമില്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. ഒന്നും അറിയാത്തതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ പ്രിയങ്ക ഇപ്പൊ തന്നെ രാധികയെ കൈയോടെ പൊക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാ ബാഗും പരിശോധിക്കുന്നുണ്ട്. പ്രിയങ്കയുടെയും പരിശോധിക്കുന്നു. അവസാനം രാധികയുടെ ബാഗ് കാണുന്നു. ഇത് ആരുടേതാണെന്ന് ചോദിക്കുന്നു. എന്റേതാണെന്ന് രാധിക പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാധികയുടെ ബാഗ് എടുത്തു. അവിടെ സെറ്റിലുള്ള എല്ലാവരും തന്നെയുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഈ പരിശോധനയും നടക്കുന്നത്. രാധികയുടെ ബാഗിൽ പണം കിട്ടി. രാധികയുടെ ബാഗിൽ നിന്നും പണം കിട്ടി. സാർ, പണം ഇവിടെയുണ്ടെന്ന് പറയുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് രാധിക. പണവുമായി എല്ലാവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് രാധിക. ടെൻഷനോടെ പറയുന്നു, അയ്യോ ഞാൻ കണ്ടിട്ടില്ല, പിന്നെങ്ങനെയാ ഈ പണം എന്റെ ബാഗിൽ വന്നത്? വളരെ സങ്കടത്തോടെ വളരെ ഒരു ടെൻഷനോടെ തന്നെ രാധിക ചുറ്റിലും നോക്കുന്നു. എന്തായാലും രാധികയ്ക്ക് ഒത്താശ പറയാൻ പ്രിയങ്ക വരില്ല. പ്രിയങ്ക തന്നെയല്ലേ രാധികയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഇങ്ങനെ ചെയ്തത്. രാധികയ്ക്കാണെങ്കിൽ അവരോട് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും അറിയില്ല. ഈ സമയം കൊണ്ട് പ്രിയങ്ക രാധികയെ കള്ളിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി രാധികയെ രക്ഷിക്കാൻ ശ്യാമ തന്നെ എത്തേണ്ടി വരും. അപ്പോൾ സത്യം തെളിയിക്കുകയും ചെയ്യും. ഒടുവിൽ കള്ളിയാകുന്നത് പ്രിയങ്ക തന്നെ. മിക്കവാറും ഈ ഒരു പ്രശ്നത്തോടെ പ്രിയങ്കയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകും.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.